നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ഇനി വരാനിരിക്കുന്നത് നീണ്ട അവധി ദിനങ്ങളാണ്. അങ്ങനെ ആഘോഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് കുവൈറ്റിലെ സ്വദേശികളും വിദേശികളുമെല്ലാം. ഈയിടെ രാജ്യത്ത് വന്ന കോവിഡ് നിയന്ത്രണങ്ങളിലെ ഇളവുകൾ ഇതിന് കാരണമായിട്ടുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു. പ്രാദേശിക ദിനപത്രം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2,42,000 പ്രവാസികളും സ്വദേശികളും കുവൈറ്റ് വിമാനത്താവളം ഉപയോഗിച്ചതായി വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ അവധിക്കാലം ആഘോഷിക്കാൻ 55% യാത്രക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമെന്ന് അൽ അൻബ പത്രം റിപ്പോർട്ട് ചെയ്തു. ഇസ്താംബുൾ, കെയ്റോ, ദുബായ്, ജിദ്ദ ഉൾപ്പെടെയുള്ളവയാണ് പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ബാക്കി 45% കുവൈറ്റിലെത്തുകയും ചെയ്യും. അങ്ങനെ പൊതു അവധി ദിവസങ്ങളിൽ 2,280 വിമാന സർവീസുകൾ ഉണ്ടാകും. പ്രതിദിനം 228 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നാണ് കണക്ക്. ഫെബ്രുവരി 27 മുതലാണ് രാജ്യത്ത് പൊതു അവധി ആരംഭിക്കുക. സ്വാതന്ത്ര്യദിനം, വിമോചന ദിനം, അൽ ഇസ്ര, വൽ മിറാജ് എന്നിവ പ്രമാണിച്ചാണ് ഫെബ്രുവരി 27 മുതൽ മാർച്ച് 5 വരെ കുവൈറ്റിലെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ ഏജൻസികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചത്. കുവൈറ്റ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 5 ദിവസത്തെ അവധി നൽകാനാണ് മന്ത്രിസഭ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ വെള്ളി, ശനി, വാരാന്ത്യ അവധികൾ അടുത്തു വന്നതോടെ 9 ദിവസം അവധി ലഭിക്കുന്നതാണ്. ഫെബ്രുവരി 27 മുതൽ തുടങ്ങുന്ന അവധി അവസാനിക്കുന്നത് മാർച്ച് 5-നാണ്. പിന്നീട് 9 ദിവസത്തെ അവധിക്ക് ശേഷം മാർച്ച് 6 ഞായറാഴ്ച മുതലാണ് സ്ഥാപനങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കുക. കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാജ്യത്ത് യാത്രാ നിയന്ത്രണങ്ങൾ കുവൈറ്റ് ലഘൂകരിച്ചത്. കൂടാതെ പൂർണ്ണമായും വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർക്ക് PCR പരിശോധന കൂടാതെ രാജ്യത്തേക്ക് പ്രവേശിക്കാമെന്നും അധികൃതർ അറിയിച്ചു. വാക്സിൻ എടുക്കാത്തവർക്കും രാജ്യത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ നെഗറ്റീവ് PCR സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ വാക്സിൻ എടുക്കാത്തവർക്കും യാത്ര ചെയ്യാവുന്നതാണ്. ഇവർ കുവൈറ്റിലെത്തിയ ശേഷം 7 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന നിബന്ധനയുമുണ്ട്. 7-ാം ദിവസം PCR പരിശോധന നടത്തി നെഗറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈൻ അവസാനിപ്പിക്കാം. എന്നാൽ ഭാഗികമായി വാക്സിൻ എടുത്തവർക്ക് PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രാജ്യത്തേക്ക് വരാം. രാജ്യത്തെത്തിയ ശേഷം ഇവർ 7 ദിവസം ഹോം ക്വാറന്റൈനിൽ കഴിയണം. എന്നാൽ അതിനിടയിൽ PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ഫലം ലഭിക്കുന്നവർക്ക് ക്വാറന്റൈൻ അവസാനിപ്പിക്കുകയും ചെയ്യാം. അതേസമയം യാത്രക്കാർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ യാത്രയ്ക്ക് മുമ്പും യാത്രയ്ക്ക് ശേഷവും PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണമെന്ന നിബന്ധനയാണ് ഒഴിവാക്കിയ നിയന്ത്രണങ്ങളിൽ പ്രധാനം എന്നത്. വാക്സിനേഷൻ പൂർത്തിയാക്കിയ യാത്രക്കാർക്കാണ് ഈ ഇളവ് ലഭിക്കുക. 2 ഡോസ് പൂർത്തിയാക്കി 9 മാസം കഴിഞ്ഞവരാണെങ്കിൽ അവർ ബൂസ്റ്റർ ഡോസ് കൂടി എടുത്താൽ മാത്രമേ പൂർണ്ണ പ്രതിരോധ ശേഷിയുള്ളവരെ പരിഗണിക്കുകയുള്ളൂ. എന്നാൽ 2-ാം ഡോസ് എടുത്ത് 9 മാസമായില്ലെങ്കിൽ അവരെ പൂർണ്ണമായി വാക്സിൻ എടുത്തവരായി പരിഗണിക്കുന്നതാണ്. കുവൈറ്റിൽ അംഗീകരിച്ച വാക്സിൻ ഡോസുകൾ എടുത്തവരായിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. ഇതോടൊപ്പം പൂർണ്ണമായി വാക്സിൻ എടുത്തവരാണെങ്കിൽ രാജ്യത്തെത്തിയ ശേഷം നിശ്ചിത ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.